അമ്മക്കിളിയുടെ അടുത്തൊരു വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്ത് അമ്മക്കിളി ഇന്ന് എന്താ സ്പെഷ്യൽ ചെയ്യാൻ പോകുന്ന അറിയാമോ? ഇന്നത്തെ അമ്മക്കിളിയുടെ വീഡിയോ നിങ്ങൾ കാണുന്നതിന് മുമ്പ് അമ്മക്കിളിയോട് കൂട്ടുകൂടാൻ മറന്നു പോകരുത്. തിരിച്ച് അമ്മക്കിളി പറയത്തില്ല കേട്ടോ. ഇന്ന് അമ്മക്കിളി ഇന്ന് എന്താ ചെയ്യാൻ പോകുന്ന അറിയാമോ? അമ്മക്കിളിയുടെ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം ഞങ്ങൾക്ക് പള്ളിപ്പെരുന്നാൾ വരുന്നു. അപ്പോൾ അതിന് മാതൃസംഘത്തിൻ്റെ പിന്നെ സെയിലുണ്ട്. അതായത് എന്ത് വേണമെങ്കിലും ഫുഡുണ്ട്, പിന്നെ അതുപോലെ ചെടികൾ, അങ്ങനെയുള്ള സംഭവങ്ങൾ എന്ത് വേണമെങ്കിലും കൊണ്ടാണ്. ഞാൻ കുറേ ഐറ്റമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ചെടികളും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചു. നിറയെ കോമ്പറ്റീഷനൊക്കെ ഉണ്ട്, കളറിങ്, ബൈബിൾ ക്വിസ് മത്സരം, ഇങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ വെളിയിൽ നിന്നുള്ള ആൾക്കാരൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പം നമ്മുടെ പള്ളിയിൽ നിന്ന് അല്ലാത്തവരും ഉണ്ടല്ലോ, പിന്നെ ഗസ്റ്റുകൾ നിറയെ പേരുണ്ട്. ആദ്യ കുർബാന 3 പിള്ളേർക്കുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കൊച്ചിൻ്റേത് കൊണ്ട് അപ്പം നമുക്ക് ആൾക്കാർ ഇഷ്ടം പോലെ വരും. അതുകൊണ്ട് അപ്പോൾ അവിടെ സെയിലാകുമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെടികളും കൂടെ നട്ട് വളർത്തി. ഞാൻ കുറച്ചൊക്കെ വിത്തിട്ട്, പക്ഷേ പറിച്ച് നടാറായില്ല. അപ്പോൾ ഈ ബ്രോക്കോളി നിൽപ്പുണ്ട് കുറച്ച്. അപ്പോൾ ആ ബ്രോക്കോളി ഞാൻ ഇന്ന് ചെറിയ കപ്പിനകത്തോട്ട് ആക്കി വെച്ചാൽ നമുക്ക് ശനിയാഴ്ച കൊണ്ടുപോകാൻ കറക്റ്റായിരിക്കും. അതിന് വേണ്ടിയിട്ട് ഞാനെല്ലാം റെഡിയാക്കി അതിപ്പോൾ എടുക്കാൻ പോകുന്നത് കേട്ടോ. 3 പാത്രത്തിലോട്ട് ഞാൻ തയ്യെടുത്ത് വെക്കാൻ പോകാം. അപ്പോൾ ആദ്യം കുറച്ച് മണ്ണും വളവും എല്ലാം കൂടി ഇട്ടിട്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് ഞാൻ മണ്ണ് നിറച്ചിട്ടുണ്ട്, ഒരു അരഭാഗം. ഇനി ഇച്ചിരി വളം കൂടി ഇടാം. വളം കൂടി ഇട്ടിട്ട് പിന്നെ നമുക്ക് ചെടി വെച്ചിട്ട് പിന്നെ അടുത്ത് വളം എന്ന് പറഞ്ഞാൽ ഇവിടെ മിറക്കിൾ ഗ്രോ എന്ന് പറഞ്ഞൊരു സംഭവം കിട്ടുന്നത്, നമ്മുടെ എല്ലുപടി പോലൊക്കെ തന്നെ സംഭവം. അപ്പോൾ അതൊരു ഇച്ചിരി ഇട്ട് വിട്ടാൽ അങ്ങ് വളർന്നോട്ടെ. അപ്പോൾ അവർക്ക് 1 മാസം കഴിഞ്ഞ് ചെടി വെളിയിൽ വയ്ക്കുമ്പോഴത്തേക്കേ കറക്റ്റായിരിക്കത്തക്ക പോലെ ആകണം. അപ്പോൾ ഇതിട്ടൊന്ന് ഇളക്കിയിട്ട് ചെടി പറിച്ചിനകത്തോട്ട് വെക്കട്ടെ. അപ്പോൾ വളമെല്ലാം ഇട്ട് ഞാൻ മിക്സ് ചെയ്തു. നമുക്ക് ചെടി പറിച്ച് വെക്കാം കേട്ടോ. ഒരു 2 തൈ പറിച്ച് വെക്കാൻ പോകാം ഒരു ഡപ്പായിൽ, ഒരു കപ്പിനകത്ത്. അപ്പം 2 ആയിക്കോട്ടെ, കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെക്കുവാണ്. ഞാനിപ്പോൾ ഇതൊന്ന് എടുത്ത് വെക്കട്ടെ. അപ്പോൾ അതൊക്കെ എടുക്കണം, വേര് കളയാതെ വേണം നമ്മൾ എടുക്കാൻ. ഇത് വലിയ പാടാണ്, നല്ല ഉറച്ചെന്ന് തോന്നും മണ്ണ്. നമ്മുടെ ഈ സംഭവമുണ്ട്, അതുകൊണ്ട് പതുക്കെ അങ്ങോട്ട് എടുക്കാം. നമുക്ക് വേരോടെ കിട്ടണം. എടുത്ത് ഇതിനകത്തോട്ട് അങ്ങ് വെക്കാം. അപ്പോൾ അതുപോലെ ഇനി ഒരെണ്ണം കൂടെ എടുക്കാം നമുക്ക്. അത് 2 കിട്ടിയിട്ടുണ്ട്. 2 ഒരെണ്ണത്തിനകത്ത് വയ്ക്കാം. ഇതിനകത്തും വെച്ച് 1. അപ്പോൾ ഇനി ഒന്നുകൂടെ വേണം. 2ാമത്തേതും കിട്ടി. 2 ഇനി ഒരു ഡപ്പായിലേക്ക് കൂടെ വേണം. കിട്ടി ഒരെണ്ണം. ഇതിനകത്തേക്ക് അതും വെച്ചു. ഇതൊരെണ്ണം കൂടെ കിട്ടിയിട്ടുണ്ട്. 2 ഓരോന്നുകൂടെ വെക്കണം. ചെക്കല്ലേ 3 തൈ ഇരുന്നോട്ടെ. അങ്ങനെ അങ്ങ് ചെയ്യാം. അതിങ്ങനെ ഒന്ന് ഇളക്കി അതിങ്ങ് പോരും. വലിയ താഴ്ചയിലല്ല, പക്ഷെ നമുക്ക് കൈ വെച്ചെടുക്കാൻ പറ്റത്തില്ല, അതൊരു പ്രയാസമായിപ്പോയി. അതുകൊണ്ട് ഇവിടെ വന്നാൽ തന്നെ നിൽക്കുന്നത്, അതിങ്ങനെ എടുത്തേക്കാം. ഇത് കണ്ടില്ലേ, എയറോപ്ലെയിനിങ് കൊണ്ട് സൗണ്ട് കൊണ്ട് ഒരു കാര്യം ഇവിടെ നടക്കുകയില്ല. എന്ത് ചെയ്യാനല്ലേ വീഡിയോ എടുക്കാൻ നിന്ന് അപ്പോൾ കൊണ്ട് എയറോപ്ലെയിൻ വരും, എന്തോ ചെയ്യാനാ. അപ്പോൾ ഒന്ന് നമ്മളിതിനെ ഒന്ന് ലെവലാക്കട്ടെ, അല്ല മണ്ണൊക്കെ ഇട്ടേ റെഡിയാക്കട്ടെ മക്കളെ. ഇതെല്ലാം ഞാൻ നട്ടു. 3 തൈ വീതം എല്ലാത്തിനകത്തും വെച്ചു. 4 കപ്പ് എടുത്തു കേട്ടോ. ആയിക്കോട്ടെ, കുഴപ്പമില്ലാന്ന് വിചാരിച്ചു. സെയിലായെങ്കിൽ ആകട്ടെ, ഇല്ലെങ്കിൽ തിരിച്ച് അവിടെ ആർക്കെങ്കിലും കൊടുക്കും ഞാൻ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പണി കഴിഞ്ഞ് മക്കളെ. ഇതാണ് ബ്രൊക്കോളിയുടെ തൈ. നമ്മൾ പറിച്ച് മാറ്റി നടുവല്ല, നട്ടിരിക്കുകയാണ്. ചെടികൾ വയ്ക്കുന്ന ചെറിയ പാത്രം ഉണ്ടല്ലോ, ചെറിയ പ്ലാസ്റ്റിക് ചട്ടി, അതിലാണ് എല്ലാം വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നിഴലത്തോട്ട് എടുത്ത് വെച്ച്, കാര്യം ഡയറക്റ്റ് വെയിലടിക്കരുത് ഇന്ന് 2 ദിവസത്തിന്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെയിലിട്ട് വെക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇതും ഞാൻ ഒരു നിഴലുള്ള സ്ഥലത്തോട്ട് എടുത്ത് വെച്ചു. ഇതാണ് അമ്മക്കിളിയുടെ ഇന്നത്തെ വീഡിയോ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അമ്മക്കിളിയെ പ്രതീക്ഷിച്ചിരിക്കണം കേട്ടോ മക്കളെ.